ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാലത്തെ അപ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പ് നമ്മൾ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് വെള്ളം കോരിക്കളഞ്ഞ് മീനിനെ ഇടാൻ പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ വെള്ളം നല്ല ഫുള്ളായിട്ട് വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ വെള്ളം നിറയ്ക്കാം. നമ്മൾ വെള്ളമൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല പെരും മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി കേട്ടോ. ഈ മഴയ്ക്ക് കുറച്ചും കൂടി മുമ്പേ പെയ്തിരുന്നെങ്കിൽ നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടായിരുന്നു. അത്രയ്ക്കും ഫോഴ്സിനൊക്കെ ഒരു അരമണിക്കൂറോളം നിന്നങ്ങ് നല്ല മഴ പെയ്തത്തെ ടാങ്കൊക്കെ കണ്ടില്ലേ. അങ്ങനത്തെ അവസാനം നമ്മുടെ ചെറുക്കനതേ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ബക്കറ്റിലാണ് അവൻ കിടന്നത് കേട്ടോ. അപ്പോൾ അവനതേ പുതിയ ടാങ്കിലേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് നല്ല സ്പേസൊക്കെ കാണും. അവൻ്റെ അവിടെ ഹാപ്പി ആയിട്ട് കണ്ട അവിടെ കിടന്ന് നല്ല ഹാപ്പി ആയിട്ട് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ കൂട്ടത്തിടാൻ 2 മീനിനെ മേടിക്കണം. അങ്ങനെ നേരെ അക്യൂർത്തി പോയി. പക്ഷേ അവിടെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാർപ്പും റെയിൻബോ ഷാർക്കിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവ അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഈ 2 എണ്ണം ഇവിടെ ഉള്ളവരും ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി അവനുമായിട്ടൊന്ന് ഇട്ട് നോക്കാം അറ്റാക്കിങ് ഉണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. അതിനായിട്ട് നമ്മുടെ ആ ചെറുക്കൻ്റെ അവിടെ കിടപ്പുണ്ട്. നമ്മൾ കുറച്ച് നേരം ടെമ്പറേച്ചർ സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ ഇട്ടേക്കാം. ഓക്കെ, അവൻ കണ്ടിട്ടില്ല ഇതുവരെ, അവിടെ റെസ്റ്റിലാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വന്നു. നമുക്കിത് ഇനി കെട്ടൊക്കെ കഴിച്ച് അവരെ റിലീസ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ റെയിൻബോ ഷാർക്കിനെയും കോയിക്കാർപ്പിനെയും നമ്മളിത് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2 പേര് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഷാർക്ക് കണ്ട ക്യാറ്റ് ഫിഷിൻ്റെ പിറകെ ഇടയ്ക്കാണ്. എന്താ കടിക്കാത്തേ നീ എന്നെ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ പിറകെ ഇടക്കണം. പക്ഷേ അവനത് മൈൻഡൊന്നുമില്ല കേട്ടോ. അവൻ കണ്ടിട്ടൊന്നും ചെയ്തില്ല. ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവ അറ്റാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോഴേ ഞാൻ നടുക്കൊരു ഫ്ലൈവുഡിൻ്റെ പീസ് എടുത്തിച്ച് 2 പേരെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ക്യാറ്റ് ഫിഷിനെ ഇപ്പുറത്തെ സൈഡിലും കാർപ്പിനെയും ഷാർക്കിനെയും കൂടി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഷാർക്ക് ഈ പൈപ്പിൻ്റെ അകത്ത് കയറിയിരിക്കണത് ഇറങ്ങുന്നില്ല കേട്ടോ. കണ്ടോ, ഇത്ര അനക്കം തട്ടിയിട്ടോ ഇറങ്ങുന്നില്ല. നമുക്ക് ആ പൈപ്പ് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റി അവനെ വെളിയിറക്കേണ്ടി വരും. ഇത്ര അനക്കം തട്ടിയിട്ടോ ഇറങ്ങാത്തണ്ട. അങ്ങനെ നമ്മൾ കൈ കൊണ്ടെടുത്ത് മാറ്റാൻ പോവുകയാണ്. ആ സ്പോട്ടിൽ അവൻ്റെ വെളിയിറങ്ങി. ആ സ്പോട്ടിൽ അവൻ്റെ വെളിയിറങ്ങി. അപ്പോഴേ നമ്മളവനെ തൂക്കിയിട്ടുണ്ട്. അവൻ്റെ ആ ടെയിലിലെ റെഡ് കളർ ഉണ്ട്, എന്നാ രസം കാണാൻ. നല്ല കളറുണ്ട്, കാണാൻ നല്ല രസമായിരിക്കും. അതായത് നമ്മൾ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പം നാളത്തെ വീഡിയോയിൽ ഇനി ഇവന്മാരെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.